ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എങ്ങനെ ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈസ് വെച്ചിട്ടായിരുന്നു. എങ്ങനെ ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ കണ്ടത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അഥവാ ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഈസ് ഇറ്റ് എ പെൻ? ഇതൊരു പേനയാണോ? ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് പേന അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം? അതായത് ഇംഗ്ലീഷിൽ പൊതുവേ അല്ലേ അല്ലെങ്കിൽ അല്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികൾ നോട്ടാണ്, നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ നോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചോദിക്കുക. നോക്കാം, നമ്മൾ ചോദിച്ച ഈസ് ഇറ്റ് എ പെൻ എന്നാണ്. ഇനി ആ ഈസ് ഇറ്റ് എ പെൻ എന്നുള്ളതിൻ്റെ നെഗറ്റീവായിട്ട് അതൊരു പേന അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മളതിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യും? ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഇനി മറ്റൊരു പ്രത്യേകത, ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമുക്കത് ചോദ്യമായിട്ട് ഫീൽ ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞത് ഈ പങ്ക്ച്വേഷൻ മാർക്സ്, ഇംഗ്ലീഷിലുള്ള പങ്ക്ച്വേഷൻ മാർക്ക്, അത് ക്വസ്റ്റ്യൻ മാർക്ക് ആവാം, ഫുൾ സ്റ്റോപ്പ് ആവാം, എക്സ്ക്ലമേഷൻ മാർക്ക് ആവാം. അപ്പോൾ അത് അതിൻ്റേതായ ഫീലിംഗ് കിട്ടണം, റൈറ്റ്? അപ്പോൾ നമുക്ക് ആ ഓരോ പങ്ക്ച്വേഷനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിന് ഓരോ തരത്തിലും അതിന് ഓരോ സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരേ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ പലപ്പോഴും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കാം, ഒരേ സെൻറ്റൻസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, റൈറ്റ്? അത് നമ്മൾ സ്ട്രെസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് മാറ്റം വരും, റൈറ്റ്? അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ആ ഒരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഇതൊരു പേന അല്ലേ? ഇനി നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷ് വരുമ്പോൾ നമുക്കധികം സമയമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് സംസാരിച്ച് പോകണ്ടേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? വളരെ പെട്ടെന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺട്രാക്റ്റഡ് ഫോം അഥവാ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കും. അപ്പോൾ ഈസിനെ നമ്മൾ കുറച്ചും കൂടി ഈസിനെ നോട്ടിനും കൂടി ചേർത്ത് ഈസ് ഇറ്റ് എന്നാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഇനി അതിനെ ചുരുക്കുമ്പോൾ നമ്മൾ ഈ ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ് നോട്ട് ചേർക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഓക്സിലറി വെർബ് എല്ലാത്തിനും ആവശ്യമുള്ളത്. അപ്പോൾ അതെങ്ങനെ വരും? ഈസിൻറ്റ് ഇറ്റ് എ പെൻ? ഈസ് ഇറ്റ് നോട്ട് എ പെൻ എന്നുള്ളത് ഈസിൻറ്റ് ഇറ്റ് എ പെൻ, റൈറ്റ്? ഈസിൻറ്റ് ഇറ്റ് എ കമ്പ്യൂട്ടർ? ഈസിൻറ്റ് ഇറ്റ് എ പേപ്പർ? ഈസിൻറ്റ് ഇറ്റ് എ ബോട്ടിൽ, റൈറ്റ്? സോ ദിസ് ഈസ് ഹൗ വി ആസ്ക് ക്വസ്റ്റ്യൻസ്. ഈസ് ഇറ്റ് എ പെൻ? ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഈസിൻറ്റ് ഇറ്റ് എ പെൻ? So three questions we have learned. One is a positive question, that is it a pen? And its negative form, is it not a pen? And its contracted form, isn't it a pen? Right? So these are the three types of questions. And remember, these are the questions. And if you want to make statements, remember, if I say it is a pen, I say, suppose if I say it is not a pen, it is not a pen, it isn't a pen. സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ഇതൊരു പേനയാണ്, ഇതൊരു പേന അല്ല. ഇനി ഇറ്റ് ഈസിൻ്റെ പെൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പേന അല്ല എന്നർത്ഥം. ഇനി ഇതേ മൂന്ന് സാധനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്ന് സംഗതികൾ നമുക്ക് വീണ്ടും ഏതിലേക്ക് മാറ്റിയിടാം? ക്വസ്റ്റ്യനിലേക്ക് മാറ്റാം. ഇറ്റ് ഈസ് എ പെൻ, ഈസ് ഇറ്റ് എ പെൻ? ഇറ്റ് ഈസ് നോട്ട് എ പെൻ, ഈസ് ഇറ്റ് നോട്ട് എ പെൻ? ഇറ്റ് ഈസിൻ്റെ എ പെൻ, ഈസിൻറ്റ് ഇറ്റ് എ പെൻ? റൈറ്റ്? സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ച് നമ്മളെന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിച്ചെങ്കിൽ എളുപ്പമാണ് സംഗതി. ഇനി ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചാൽ ഇനിയുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈസ് ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഉദാഹരണം നോക്കാം. ഫസ്റ്റ് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് എ പെൻ. നെക്സ്റ്റ് വൺ ഈസ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ പെൻ, അതായത് ഇതൊരു പേനയല്ല. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ പെൻ മീൻസ് ഇതൊരു പേനയാണ്. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് നോട്ട് എ പെൻ മീൻസ് ഇതൊരു പേനയല്ല. തേർഡ് വൺ ഇറ്റ് ഈസിൻറ്റ് എ പെൻ, ഇതൊരു പേനയല്ല. അത് മൂന്ന് സെയിമാണ്, റൈറ്റ്? ലാസ്റ്റത്തെ രണ്ടെണ്ണം സെയിം. ഇനി അടുത്തത്, ഇനി ഇതിനെ ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ ഈസ് ഇറ്റ് എ പെൻ, ഇതൊരു പേനയാണോ? ഈസ് ഇറ്റ് നോട്ട് എ പെൻ, ഇതൊരു പേനയല്ലേ? ഈസിൻറ്റ് ഇറ്റ് എ പെൻ, ഇതൊരു പേനയല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ ഈസ് എന്നുള്ള സംഗതി വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് വാസ് പഠിക്കാം. ഈസ് ആണ്, വാസ് ആയിരുന്നു, റൈറ്റ്? വാസ് ആൻഡ് വെയർ ആയിരുന്നു. ഇനി നമുക്ക് വാസ് വെച്ചിട്ട് അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. ഇറ്റ് വാസ് എ പെൻ,
ഇതൊരു പേന ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല എന്നർത്ഥം. പേന ആയിരുന്ന സാധനം പിന്നീട് മാറ്റത്തെ കുറിച്ച് പണിയിട്ടുണ്ടോ, പക്ഷെ എന്ത് തന്നെ ആയാലും നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് എ തിയേറ്റർ. ഇതൊരു തിയേറ്റർ ആയിരുന്നു, ഇപ്പോൾ തിയേറ്റർ അല്ല. സംടൈംസ് അവർ അത് ഒളിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇനി ഇറ്റ് വാസ് എ പെൻ. ഇതൊരു പേനയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ പെൻ ഓർ ഇറ്റ് വാസ് നോട്ട് എ തിയേറ്റർ. ഇതൊരു തിയേറ്റർ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ എ തിയേറ്റർ. അതൊരു തിയേറ്റർ ആയിരുന്നില്ല. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വാസ് എ പെൻ, it was not a pen. Negative statement, and it wasn't a pen. Negative statement, contracted form. That means we can say we shorten or we make it a short form. Is plus not becomes is. So isn't, was plus not becomes wasn't. Right? In the same way, we can create questions also. Was it a pen? ഇതൊരു പേന ആയിരുന്നു. Wasn't it a pen? ഇതൊരു പേന ആയിരുന്നില്ലേ. Was it not a pen? ഇതൊരു പേന ആയിരുന്നില്ലേ. So was it a pen? Was it not a pen? Wasn't it a pen? അപ്പോൾ ഒരു പേന ആയിരുന്നു, ആയിരുന്നില്ലേ. Wasn't it a theatre? Wasn't it a theatre? What happened to it now? Right? Wasn't it a theatre? It was working well. What happened to it now? Right? It's a pen. Isn't it a pen? Right? So, like this, we can create questions easily. So, two things were learned: how to make positive statements, how to make negative statements, how to make positive questions, how to make negative questions by using not and by using auxiliary verbs. So, is and was. These are the two things we learn. Practice it, and we will come with another video next time. Bye bye.